ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് റിയാദിലുള്ള വാദി നമർ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വാദി നമർ എന്ന് പറയുന്നത് റിയാദിലുള്ള പിന്നെ ഒരു തടാകമാണ്. അപ്പോൾ പിന്നെ ഇത് തടാകത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന തടാകമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു ഡാമും വരുന്നുണ്ട്, നമർ ഡാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് വെള്ളം ഇവരിപ്പോൾ തുറന്ന് വിട്ടിട്ടില്ല. അത് ഒരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുന്ന സമയത്ത് വെള്ളം തുറന്നു വിടും. അപ്പോൾ ആ സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും വാട്ടർഫാൾസിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ വാദി നമർ. അപ്പോൾ ഈ വീക്കെൻഡിലൊക്കെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണണേ. അതുപോലെ തന്നെ പുതുതായി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് പോകുന്ന സമയത്ത് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് ചെടികൾ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ ഒരു ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പഴയ കുറച്ച് നല്ല ഓർമ്മ വന്നു കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു കാലത്ത് LP UP സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കാലത്ത് ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും ഫ്രണ്ട്സൊക്കെ ഓട്ടോ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സ്ഥലത്ത് ഈ ഒരു ചെടി ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ പറിച്ചെടുത്തിട്ട് സൂര്യനോ പൂവൊക്കെ ആക്കി കളിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള മറ്റൊരു സൈഡിലോട്ടുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭാഗത്തോട്ട് കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതാ അരയന്നങ്ങളൊക്കെ നീന്തി പോകുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. രാത്രിയിൽ കാണാനാണ് കേട്ടോ ഇവിടെ നല്ല ഭംഗി. ഈ പാറേൻ്റെ ഇടയിലൊക്കെ ഉള്ള ലൈറ്റ്സ്, യെല്ലോ ലൈറ്റ്സൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ രാത്രിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഇതായി ഒരു ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ കുടം ഇങ്ങനെ കമിഴ്ത്തി വെച്ച പോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം വരെ ഇങ്ങനെ ഈ ചെടികൾ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ഭാഗത്ത് കുറേ ആൾക്കാരുണ്ട്. ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വാദി നമർ എന്ന് പറയുന്നത് പിന്നെ ഇവിടെയുള്ളൊരു തടാകമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതുപോലുള്ള 2-3 തടാകങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വാദി നമർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവാണ്. ഇതിലൊക്കെ നിറച്ച് മീനുകളുണ്ട് കേട്ടോ.
അപ്പോൾ ഈ കാണുന്നത് പിന്നെ ഈ ബാർബിക്യൂ പിന്നെ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഒരു അടുപ്പ് പോലത്തെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും ഇതുപോലെ ഇങ്ങനെ ഒരു കൂട് പോലെ ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അകത്ത് ഇങ്ങനെ ഓരോ ഫാമിലി വന്നിട്ട് ഫാമിലി ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ബാർബിക്യൂ ചെയ്യും, പിന്നെ ക്യാമ്പ് ഫയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങ് ദൂരം വരെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഓരോന്നിലും ഓരോ ഫാമിലി വന്നിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം വന്നു നിന്ന സ്ഥലമാണ് കേട്ടോ മുകളിൽ കാണുന്നത്. അപ്പോൾ ഇതാ അവിടെ ആ വാട്ടർഫാൾസും കാണുന്നുണ്ട്, ആ ഡാമൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നെ സന്ധ്യ ആവാറായി ഇവർ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ആ കല്ലിനിടയിലുള്ള ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രിയിലുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. വാട്ടർഫാൾസ് ഒക്കെ കാണുന്നുണ്ട്. ചെറിയ രീതിയിലാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലൈറ്റിൻ്റെ ഇടയിലൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ പിന്നെ കോൺ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ 2-3 കോണൊക്കെ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.